ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്, ഞാൻ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എൻ്റെ കൊച്ചിലെ തൊട്ട് നമുക്ക് 3 ചാനലേ ഉള്ളൂ. ദൂരദർശൻ, DD മലയാളം, DD മെട്രോ. DD നാഷണലിൽ രാവിലെ 10 മണിക്കാണെന്ന് തോന്നുന്നു. 10 മണിക്ക് ഈ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നൊരു ഒരു കാർട്ടൂൺ വരുമായിരുന്നു. അതൊരു അരമണിക്കൂർ കാണാനായിട്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുമായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു സാധനം വരുമ്പം അത് പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഉറച്ചിലാണ്. ഈ സിനിമ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു പഴയ പടം വന്നിട്ടുണ്ട്. ഒരു പഴയ മറ്റേ നമ്മുടെ എക്സ്പെൻഡബിൾസിലൊക്കെ ഉള്ളൊരു ചേട്ടമുണ്ട്, ഇത്തിരി മറ്റേ മൊരട്ട് ലുക്കുള്ള പുള്ളി. റോക്കി സിനിമയിലും ഉണ്ട് വില്ലനായിട്ട് ഒരു സീരീസിൽ, ഒരു റഷ്യക്കാരനായിട്ട്. അങ്ങേരായിരുന്നു പഴയ ഹീമാൻ. ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല, കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ഞാനൊരു കംപ്ലീറ്റ് നൊസ്റ്റാൾജിയ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ടേപ്പ് റെക്കോർഡർ ഇതാണ്ട് ഇപ്പം ഹീമാൻ സിനിമ. എൻ്റെ പൊന്നു, ഇങ്ങനെ കണ്ണ് നിറഞ്ഞു വേടേ. എനിക്ക് രോമാഞ്ചവും കരച്ചിലും ഒരേ സമയത്ത് വന്നു പോയി. മറ്റേ പവറപ്പ് സീന് കണ്ടപ്പോൾ, മറ്റേ ക്ലാസിക് സാധനം ഉണ്ടല്ലോ, മറ്റേ വാളെടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തേക്കണ കൊച്ചിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് ഹീമാൻ കളിക്കണ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിരുന്ന് ഇതുപോലെ ഒരു കമ്പ് എടുത്തിട്ട്, അതാണ് നമ്മുടെ വാള്, ഗ്രേസ് കല്ലുള്ള ആ വാള് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ബൈ ദ പവേഴ്സ് ഓഫ് ഗ്രേസ് കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. ഞാൻ ഭയങ്കര എനിക്കൊരു നൊസ്റ്റാൾജിയ ഐറ്റം ആയിരുന്നു ഈ പടം. നമ്മുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വേറൊരു പ്ലാനറ്റിൽ ഒരു സ്ഥലം, അവിടെ ഒരു കിങ്, അവിടെ ഒരു ക്വീൻ, അവർക്കുള്ള ഒരു മോൻ ആഡം എന്ന് പറഞ്ഞൊരു മോൻ, ഒരു പിങ്ക് മറ്റേ ഓവർ കോട്ട് തൊട്ട് ഇങ്ങനെ നടക്കുന്നൊരു മനുഷ്യൻ, മറ്റേ ബ്ലോണ്ടായിട്ടുള്ളൊരു മുടിയൊക്കെ ഇട്ടിട്ട് വേണേൽ ഫ്രിഞ്ചസ് ഒക്കെ വെച്ചിങ്ങനെ നടക്കുന്ന ഒരാൾ. അയാൾക്കൊരു വാളുണ്ട്, അവിടെ ഒരു ഗ്രേസ് കള്ള്, അവിടുത്തെ പരിപാടി സ്കെലിട്ടോർ. എപ്പം നോക്കിയാലും അവിടെ വന്ന് അടി ഓടാൻ പോകുന്നു, സ്കെലിട്ടോറിനെ അടി ചോദിക്കി വിടുന്നു. ഇതാണ് പരിപാടി. അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കഴുത്ത് നീളുന്ന ഒരു ചേട്ടനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടതിന് ശേഷമാണ് ഇവന്മാർ, ഈ വൃത്തികെട്ടവന്മാർ ആഡ് കാണിക്കുമായിരുന്നു ഈ ഹീമാൻ്റെയൊക്കെ ആക്ഷൻ ഫിഗർ. ഒരു സമയത്ത് എനിക്ക് ഭ്രാന്തായിരുന്നു ഹീമാൻ്റെ ആക്ഷൻ ഫിഗർ. എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഒരു 15 വയസ്സ് വരെ എനിക്ക് ആ ഹീമാൻ്റെ ആക്ഷൻ ഫിഗർ വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതങ്ങ് മാറി. പിന്നെ സൂപ്പർമാൻ, ഹീമാൻ, മറ്റേ നമ്മുടെ സ്പൈഡർമാൻ ആ കാറ്റഗറിയിലോട്ട് മാറിയപ്പം ഹീമാനെ ഞാൻ മറന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹീമാൻ്റെ ഒറിജിനൽ ആക്ഷൻ ഫിഗർ. അതായത് മറ്റേ ജുംനാങ്കടി സാധനമല്ല, മൊട്ട മസിലും. അതായത് ഹീമാൻ മറ്റേ നമ്മുടെ ക്രിഞ്ചറിൻ്റെ മോളെ ഇരിക്കണ ഒരു സാധനമുണ്ട്, മറ്റേ പച്ച കടുവ ഉണ്ടല്ലോ, മറ്റേ ആർമറൊക്കെ വെച്ചിരിക്കണ ആ കടുവ വരെ മോളെ ഇരിക്കണ ഹീമാനുണ്ട്, ഇങ്ങനെ കത്തിയും പിടിച്ചോണ്ട്. അത് വേണ്ടി ഞാൻ കുറേ അലഞ്ഞിട്ടുണ്ട് കൊച്ചിലെ. അന്ന് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഹീമാന് വേറെ ഏതോ മാനെ വാങ്ങിച്ചു തരുമായിരുന്നു പണ്ട്. എന്നിട്ട് പറയും ഇതാണ് ഹീമാൻ എന്ന് പറയും. അതുപോലത്തെ ഒരു സ്കാമിങ് ഉണ്ടല്ലോ നമ്മളെ പാരൻസ് നമ്മളടുത്ത് കാണിക്കണം. അതായത് ബാർബിയെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഫാൻസി കടയിലെ മറ്റേ മൊന്തം കണ്ണ് മറ്റേ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ണ് ഉറക്കണ ഒരു കൂതറ ഡോളുണ്ട് മനുഷ്യനെ പേടിപ്പിക്കണം. അത് വാങ്ങിച്ചിട്ട് ഇതാണ് ബാർബി എന്ന് പറഞ്ഞ പോലെയാണ്. എന്തെങ്കിലും ഒരു അവിഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് ഇതാണ് ഹീമാൻ, ഇത് തന്നെ ഹീമാൻ. കടയിൽ ചോദിച്ചപ്പോൾ ഇതാണ് ഹീമാൻ എന്ന് പറയും. അങ്ങനെ പറയണ കുറേ പാരൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സുഖിച്ചിങ്ങനെ കാണുന്നത്. പക്ഷേ ഇവർ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പടം ഇറക്കിയിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് തരുന്നത് ഇപ്പോൾ ആ ഒരു 90s 80s ഉള്ള കാർട്ടൂൺ കണ്ടവർക്ക് തരാൻ പോകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വാക്ക് ഓൺ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനം. അതായത് ഹീമാൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അവിടുത്തെ പല ക്യാരക്ടേഴ്സൊക്കെ, ആ ഒരു സ്ഥലമായിക്കോട്ടെ, ഗ്രേസ് കൾ ആയിക്കോട്ടെ, പല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഴയ കാർട്ടൂൺ ടോക്സിക്കാണ്. ഹീമാൻ മാച്ചോ, അതായത് ഒരു പാവമായ ഒരു കിങ്, അതായത് ആഡം, ആ ക്യാരക്ടർ ഈ വാൾ വെക്കുമ്പോഴാണ് പവർഫുൾ ആവുന്നു എന്നാണ് അതിൽ കാണിക്കുന്നത്. മൊത്തം മറ്റേ ജിം ബോഡിയൊക്കെ കാണിച്ച് നല്ല. അപ്പം ആ ഒരു അതായത് അത് ഇപ്പോഴത്തെ രീതിയിൽ അത് ഭയങ്കര ഇതാണ്. ബിക്കോസ് നമ്മളാരും അങ്ങനെ ഹീമാനും സൂപ്പർമാനൊന്നും അല്ല. നമ്മളേതായ രീതിയിൽ ജീവിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് നമ്മളേതായ ഒരു വോൾനറബിൾ സൈഡുണ്ട്. നമ്മളൊരിക്കലും ഇപ്പോൾ ഈ പറയാമല്ലോ, ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾക്ക് മറ്റേ വികാരം പാടില്ല, ആണുങ്ങൾക്ക് വിഷമം പാടില്ല എന്നൊക്കെ പറയണ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള, പക്ഷേ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. ആണുങ്ങൾക്ക് ഉണ്ടടേ വിഷമവും ഒക്കെ. ചില സിനിമ കാണുമ്പോൾ കരയുന്ന ആണുങ്ങളുണ്ട്. പക്ഷേ ഈ ആണുങ്ങൾ തന്നെയാണ് ആണുങ്ങളുടെ വില്ലന്മാർ. നീ കരയണാടെ അയ്യേ എന്ന് പറയും.
അപ്പോൾ നമ്മൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ വിചാരിക്കും നമ്മളെന്തോ എന്തൊരു തെറ്റ് ചെയ്തെന്നോ പോലത്തെ ഫീലിംഗ് ആണ് നമുക്ക് തരണം. അതിന് ശേഷം നമ്മൾ മറ്റേ സിനിമയൊക്കെ കാണുമ്പോഴിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും, ഞാൻ കരയൊന്നുമില്ല, അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. ലെറ്റ് എക്സ്പ്രസ് ഇറ്റ് ഔട്ട് മാൻ, ദാറ്റ്സ് എ ഹോൾ പോയിന്റ് ഓഫ് ലൈഫ്. ഈ സിനിമ ഒരുപാട് അങ്ങനെ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഇതിന് ഹീ മാൻ എന്ന് പറയുന്നതിന് തന്നെ അവർ റെഡിക്യൂൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ, മനസ്സിലായി. പക്ഷെ ഞാൻ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യും, ഉറപ്പാണ്. ചിലവർക്ക് യു വിൽ ഗെറ്റ് ബി ലൈക്ക് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഞാനും അങ്ങനെ തന്നെ ഫീൽ, ഞാൻ ചുമ്മാ പറയണല്ലോ, ഞാൻ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ തന്നെ ഇതെന്താ പറയുക, നമ്മൾ കണ്ട സാധനത്തിനേക്ക് ഇവരിങ്ങനെ മാറ്റിയല്ലോ എന്ന് ഞാൻ ചിന്തിച്ച്. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ച്, ശരിയല്ലേ, നല്ല കാര്യങ്ങളല്ലേ ആ പടത്തിൽ പറയുന്നത്, ഒരുപാടുണ്ട്. കൺസെൻഷ്വലിനൊക്കെ പറ്റിയൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സിനിമ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദാറ്റ്. പിന്നെ ആക്ഷൻ സീക്വൻസസ് ആയിക്കോട്ടെ, സ്കെലറ്റോറിൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്, ജെറിഡ് ലീറ്റോണ് ചെയ്തേക്കണം, നമ്മുടെ ജോക്കർ, അവനാണ് സ്കെലറ്റോർ. ഇവിടെ കിട്ടില്ല. സ്കെലറ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊടൂര വില്ല കാണിച്ചിട്ട് മുട്ട കോമഡി അടിക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് കൊച്ചു പിള്ളേർക്ക് ഹീമാൻ ആരാണെന്നും ഹീമാൻ്റെ ലോകവും കാണിച്ചു കൊടുക്കാനായിട്ട് മാറ്റിൽ തന്നെയാണ് അത് പ്രൊഡ്യൂസർ. അവർ നൈസായിട്ട് അവരെ ടോയ്സും കാര്യങ്ങളും പുതിയ പതിപ്പ് ഇറക്കി പിള്ളേർക്ക് വിൽക്കുക, അതാണ് അവരെ മെയിൻ അജണ്ട. അതിന് വേണ്ടി അവരിറക്കിയ ഒരു കുട്ടികളുടെ പടമാണിത്. നമ്മൾ മുതുക്കുകൾ പണ്ട് കണ്ട ഹീമാനെ കണ്ടിട്ട് ഹീമാൻ വരണേ അടിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞു പോയി ഇരുന്ന് അടിക്കുകയും ഹീമയൊക്കെ ചെയ്യും. ഇതിലൊരു മുട്ട സീനുണ്ട്, അതൊന്നും നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ആ പറയുന്ന കാര്യം അത്രയും നല്ലതാണ്. ഇറ്റ്സ് ആക്ച്വലി വെരി വെരി ട്രൂ. ഭയാനകമായിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു ഷോക്കിംഗ് മൂമെൻ്റ് ആണത്. അത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും, പക്ഷേ ശരിയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ടൂൾ, ഇറ്റ്സ് അബൌട്ട് ഹൂ യു ആർ. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ് ഓഫ് ലൈഫ്. നമ്മൾ എന്ന് പറയുന്ന ഇൻഡിവിജ്വലാണ് ദി മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഘടകം. നമുക്ക് പല ടൂൾസുകളും ഉണ്ടാവും, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് യു ആൻഡ് ദ പേഴ്സൺ ഹൂ യു ബിക്കം ഇൻ ലൈഫ്. മനസ്സിലായി? നമ്മളെടുക്കുന്ന ഡിസിഷൻസ്, നമ്മളെടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെയാണ് നമ്മളാക്കുന്നത്. ആൻഡ് ഐ ലവ് ദിസ് മൂവി ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്, ഇറ്റ് വാസ് എ ഫൺ വാച്ച് ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഫൈറ്റ് സീക്വൻസസും കറക്റ്റ്. ഞാൻ ഒരു സാധനം ഞാൻ ഭയങ്കര ഷോക്കായി പോയത്, ഈ നമ്മുടെ ഹീമാനിലൊരു മുട്ട മെയിൻ ക്യാരക്ടർ ഉണ്ട്, അതായത് ആഡമിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരുത്തമുണ്ട്. അവനെ ഞാൻ സിനിമ കണ്ടത് ഞാൻ ഭയങ്കര വിഷമം വരും. ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ യാതൊരു വഴിയില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സിനിമയ്ക്ക് ബഡ്ജറ്റില്ല. ഇതിലുള്ള ബഡ്ജറ്റ് അവർ സ്കെലറ്റോറിനെ അനിമേറ്റ് ചെയ്യാനും VFXിനൊക്കെയാണ് വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഓപ്പൺലി പറയല്ല, അത് നിങ്ങൾ എന്തായാലും സിനിമ കാണുമ്പോൾ ഈ പടത്തിൽ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ ചില സാധനങ്ങൾ കാണിച്ചതല്ലോ. ചിലപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ക്യാരക്ടറിനെയും അല്ലാത്ത സാധനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബട്ട് എനിവേസ് ഐ ഹാഡ് എ ബ്ലാസ്റ്റ്. ഇഡ്രിസ് എൽബ ഉണ്ട് ഈ പടത്തിൽ. നമ്മുടെ ഹീമാൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഒരു ചേട്ടൻ ഉണ്ടല്ലോ, മറ്റേ തലയിൽ മറ്റേ ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും. പുള്ളിയുടെ ആർമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രം പോലെ ഇരിക്കും. പുള്ളി ഇങ്ങനെയാണ് സംസാരിക്കണം. ആ പാത്രത്തിന് ഒരു സൈസ് കുറച്ച് ചേട്ടാ. ഇഡ്രിസ് എൽബേൻ്റെ മൊന്ത കാണാനായിരിക്കും, ഒരുപാട് കാശ് കൊടുത്തതാണല്ലോ. അപ്പോൾ ആ ചേട്ടനായിട്ട് ഇഡ്രിസ് എൽബയാണ്. അതാണ് ഇറ്റ്സ് നമ്മളൊരു ഭയങ്കര ഓവർ പവർ ആ സാധനമല്ല ഈ പടത്തിൽ. ദർ ആർ വീക്ക്നെസ്സസ്, ദർ ആർ നമ്മൾ തോറ്റു പോകുന്ന സീനുകളുണ്ട്, നമ്മളുടെ വോൾണറബിലിറ്റി കാണിക്കുന്ന സീനുകളുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ബീയിങ് മാച്ചോ ആൻഡ് ഇടിച്ചൊതുക്കലിങ് സ്കെലറ്റോർ. യു വിൽ ബി സാറ്റിസ്ഫൈഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ആ സിനിമയുടെ എൻഡിങ് തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരും. അതുകൊണ്ട് അങ്ങനെ പോയിരുന്ന് കാണുക. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. എനിവേസ് ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് ഞാൻ ശരിക്കും ഒരു പവർ ഓഫ് സീനിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു വേണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അത്രയ്ക്കും. ബിക്കോസ് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ആ ഒരു പവറപ്പ് കാണാനായിട്ട് ഹീമാൻ എപ്പോൾ വരും എന്നുള്ളൊരു രീതിയിൽ ആ ഒരു സാധനം ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഉണ്ണി മുകുന്ദനാണ് ഡബ് ചെയ്തേക്കുന്നത്. സോ ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ആൾക്കാരും മലയാളമായിരിക്കും കാണാൻ പോകുന്നത്. എന്താണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് സിനിമ അടിപൊളിയാണ്. ഹീമാനായിട്ട് അഭിനയിച്ച ആ പയ്യനൊക്കെ അടിപൊളിയാണ്. അവൻ നല്ലൊരു എനിക്ക് അവനെ കണ്ടിട്ട് മറ്റേ ഹോം അലോണിലെ ചെറുകയില്ലേ അവനെയൊക്കെ ഓർമ്മ വന്നു. ഒരു ക്യൂട്ട്നെസ് ഉള്ളൊരു പയ്യൻ. അങ്ങനെ ഒരു പയ്യൻ അവൻ കൊള്ളാം. എന്തിനാണ് അവൻ നസൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പടം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇറ്റ് വാസ് സോ മച്ച് ഫൺ ഫോർ മീ. ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഹീമാൻ്റെ ക്യാരക്ടർ അറിയാവുന്നവർക്ക്
ഈ ഒരു പ്രശ്നം കാണും, ബട്ട് യു വിൽ എൻജോയ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ നൊസ്റ്റാൾജിയ ഫാക്ടർ ആൻഡ് എവറിഥിങ്. ഈവൻ ദ ഫൈറ്റ് എവറിഥിങ് വാസ് നൈസ്. അത്രയും എനിക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നാളെ സിനിമ ഇറങ്ങുന്ന സമയത്ത് പോയി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.